അപ്പൊ ഇവിടെ തരീക്കത്തിൽ കൂടിയാണ് ഈ ലോകം അവസാനിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മഹദി തങ്ങള് ഖുറാസാൻ എന്ന് പറയുന്ന സ്ഥലത്തൊരു കരിങ്കൊടി കാണുമ്പോൾ അവിടെ നിങ്ങൾ പോയിട്ട് നോക്കണം, അവിടെ ഇമാം മഹദി വെളിപ്പെട്ടിട്ടുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട മഹദി ഇമാമിന്റെ ശൈഖ് മൗലാന റിയാദുദ്ദീനുൽ ഖുറാസാനി എന്ന് പറയുന്ന മഹാൻ എനിക്ക് നേരിട്ട് എൻ്റെ ശൈഖ് തങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. 85 ഞാൻ ഹജ്ജിന് പോയ സമയത്ത് മസ്ജിദ് ഖുബായിൽ ഞാൻ എനിക്ക് ഇശാറത്ത് തന്നു, ഒന്നിരിക്കലും മദീനത്തുണ്ടാവും അല്ലെങ്കിൽ മസ്ജിദ് ഖുബയിലുണ്ടാവും കേട്ടോ. ചെന്നു മദീനത്തൊക്കെ നോക്കി, എവിടെയും കണ്ടില്ല, പറഞ്ഞ സിഫത്ത് എവിടെയും കിട്ടിയില്ല. മസ്ജിദ് ഖുബയിൽ ചെന്നപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നു ഒരു മഞ്ഞ കളറുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇഹ്റാമിൽ കെട്ടിനിരിക്കുന്നതായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ബടിയും പൊക്കണമൊക്കെ ഇരുത്തുണ്ട്. എന്നെ കണ്ടും പാടെ ഞാൻ സലാം ഓടിച്ചെന്ന് സലാം പറഞ്ഞ് കൈ പിടിച്ചപ്പോൾ 2 കൈയും കൊണ്ട് നീടിത്തന്നു വിട്ടു. അങ്ങനെ ആക്കി. കണ്ടോ, അത് മൗലാന റിയാദുദ്ദീനുൽ ഖുറാസാനി റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. മൂപ്പരാണ് മഹദി ഇമാമിൻ്റെ ഷെയ്ഖ്. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച, അപ്പം ഞാൻ മൂപ്പരേറ്റ് പരിചയപ്പെട്ടു, ഷെയ്ഖിനെ പരിചയപ്പെട്ട ആൾ മുരീദിനെയും പരിചയപ്പെട്ടുകൂടാ എന്നുമില്ലല്ലോ, മുഹാലൊന്നുമില്ല. അത് നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും ഒക്കെ അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അയ്യുൽ ഖയ്യൂം നല്ലോണം തിന്നോളി, അപ്പം അതിന് തൗഫീഖ് ഉണ്ടാവും. അപ്പം അതിന് തോനക്കാലൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് മൂപ്പര് ഷെയ്ഖുമായിട്ട് ഞാൻ കൈ പിടിച്ചിട്ടുണ്ട്, മുലാഖാത്ത് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ശൈഖ് തങ്ങളുടെ പൗരാണ കമാലിയത്താണ്. അങ്ങനെ അല്ലാഹുവിൻ്റെ മഹത്തുക്കളെയൊക്കെ എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്.